ഇതിനകത്ത് കുറെ സീനുകളുണ്ട്, ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള. അതിലേറ്റവും റിലേറ്റബിൾ ട്രെയിനിന്റെ സീക്വൻസ് ആയിരുന്നു. ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ട് എന്തെങ്കിലും ആ കൊച്ചുങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ശരിക്കും അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു അങ്ങനത്തെ മൂവ്മെന്റ്സ് ഷൂട്ട് ചെയ്യുമ്പോ? അതെനിക്ക് ഭയങ്കര, എനിക്ക് ഏറ്റവും ഈ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ്. എനിക്ക് ആ സീനാണത്. എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറെ ചിരിച്ച ഒരു സീനാണത്. ഈ പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്കിംഗ്. നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഒരു സ്ലോ മോഷൻ, കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ പിഒയിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ, അങ്ങനൊരു നായകൻ ചമ്മിപ്പോകുന്ന ഒരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും ആ പയ്യനും ആക്ച്വലി ഓടി തന്നെയാണ് എന്നെ മുഖത്തൊക്കെ വിളിച്ചപ്പോൾ അവിടെ സെറ്റിൽ നിന്ന് എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത്. ശരിക്കും മലയാളി പ്രേക്ഷകര് അനശ്വരയുടെ നസ്രീൻ, മാത്യു, മമിത ഈ ഗാങ്ങിനായിട്ടുള്ള ഫിലിംസ് അത് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടല്ലോ നസ്രീന്റെ ഒക്കെ പടം, മമിതയുടെ കുറെ പടം അനശ്വരയുടെ ഗാങ്ങിന്റെ നമ്മൾ ഒരുമിച്ചോ? അങ്ങനെ ഒരുമിച്ച് നമുക്ക് അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. ഐ മീൻ നമ്മൾ അങ്ങനെ ഒരുമിച്ച് തേടി വന്നിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഒരു പടം നമ്മളങ്ങനെ വരികയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ശരണ്യ ടൈമിലാണ് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്ത്. അഫ്കോഴ്സ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നമ്മള് മലയാളി ഓഡിയൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതിന്റെ മലയാള ഫിലിംസ്. എപ്പോഴാണ് ഒരു മലയാളം ഫിലിം ഈ വർഷം റിലീസ് ഉണ്ടാവോ? ഈ വർഷം ഒരു പടം ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഒഫീഷ്യലി അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. മേ ബി, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി. എനിക്കും ആഗ്രഹമുണ്ട് എനിക്കത് ഇവിടെ നിന്നൊരു പടം ചെയ്യാൻ. അതിനൊരു എന്താ പറയാ, ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താ ഏതുകൊണ്ടോ? ഇല്ല, അത് എല്ലാം ഇറക്കി കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റ് ഇതോടുകൂടി ഇറങ്ങി. ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെരുങ്കളിയാട്ടം ഉണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറെ ആയി. അതിന് എനിക്കൊന്ന് പോസ്റ്റ് വർക്ക് നടക്കുന്നു. കുറച്ചായി പോസ്റ്റ് വർക്ക് നടക്കുന്നു. ഇറങ്ങുമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് മലയാളത്തിൽ ബ്രേക്ക് എടുക്കാനോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ബ്രേക്ക് എടുത്ത് ഞാൻ അവിടെ പോലെ എനിക്ക് ഞാനും നല്ല പുറത്തെ ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോ അതിലും നല്ലത് ചൂസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്. അത് എന്നെ തേടിയെത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മലയാള സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പൊ അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണമെന്നൊന്നും. We'll be having only 2 more questions. അതിനുശേഷം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഞാനോ? അങ്ങനെ വെച്ചാ അമ്മയും ചേച്ചിയൊക്കെ ആന്ന് പറയുന്നു. അപ്പൊ ബോഡി ലാംഗ്വേജ് സിനിമയിൽ വന്ന 2-3 സീൻസിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പക്കായിരുന്നു. അല്ല, ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ, അത്ര എക്സ്ട്രീം ഇല്ലെങ്കിലും ഞാൻ ഏറെക്കുറെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു കറക്റ്റ് നടക്കുന്ന ഒരു ടൈപ്പ് തന്നെയായിരുന്നു. സോ അതെനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും മേഖലയും ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. അഫ്കോഴ്സ് മദൻ എക്സ്പ്ലെയിൻ ചെയ്യും. സീൻ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് അഫ്കോഴ്സ് നല്ലൊരു അതെ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അത് റിയൽ ലൈഫിലെ ഇപ്പൊ എക്സിനെ കാണാൻ ഒരു അവസരം കുറെ കാലം കഴിഞ്ഞിട്ട് വന്നാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യോ? കാണാൻ പറ്റും? ഇല്ല, താല്പര്യമില്ല. ഞാൻ സന്തോഷത്തിലാണ്. ഇപ്പൊ എനിക്ക് ഏറെ ക്ലോഷർ കിട്ടിയാലേ സമാധാനത്തിലുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പൊ നല്ല സമാധാനത്തിലാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്.